നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അണിയറകളിൽ നിന്നും ആരാധകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന കനത്തൊരു ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ പുറത്തു വരികയാണ്. 2020 ലോകകപ്പ് കിരീടം നേടി തിളങ്ങി നിൽക്കുമ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിലെ രാഷ്ട്രീയ കളികളും അട്ടിമറികളും അവസാനിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയുടെ ഉള്ളറകളിൽ നിന്നും ചോർന്നു കിട്ടിയിരിക്കുന്നത്. 2020 ഫോർമാറ്റിൽ ഇന്ത്യയെ നയിച്ചിരുന്ന ലോക ഒന്നാം നമ്പർ ബാറ്റർ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും പൂർണ്ണമായി നീക്കാൻ BCCIയും സെലക്ടർമാരും കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നു. എന്നാൽ അതുകൊണ്ടും തീരുന്നില്ല ഈ അട്ടിമറി രാഷ്ട്രീയം. നിലവിൽ ടീമിന്റെ താൽക്കാലിക നായകനായി ശ്രേയസ് അയ്യരെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കസേരയ്ക്ക് വെറും 3-4 മാസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വരാനിരിക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വരെ മാത്രമായിരിക്കും ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്നാണ് സെലക്ടർമാർ നൽകുന്ന രഹസ്യ സൂചന. അതിനുശേഷം ഇന്ത്യൻ 2020 ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത് ആരാണെന്നോ? അതെ, BCCIയുടെ പുതിയ പോസ്റ്റർ ബോയായ ശുഭ്മാൻ ഗിൽ തന്നെ. സൂര്യകുമാറിനെ മാറ്റിയ ശേഷം ഗില്ലിനെ 2020 സ്ക്വാഡിലേക്ക് തിരികെ കൊണ്ടുവരാനും അദ്ദേഹത്തെ പുതിയ സ്ഥിരനായകനായി വാഴിക്കാനും അജിത് അഗാർക്കറും കൂട്ടരും മാസങ്ങൾക്ക് മുൻപ് തന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകുലുക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകകപ്പ് ജേതാവായ സൂര്യകുമാറിനെ ഇത്ര പെട്ടെന്ന് ക്യാപ്റ്റൻസിയിൽ നിന്നും തെറിപ്പിച്ചത്? ശ്രേയസ് അയ്യരെ കേവലം ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അഥവാ താൽക്കാലിക ക്യാപ്റ്റൻ മാത്രമായി സെലക്ടർമാർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി അണിയറയിൽ ഒരുങ്ങുന്ന ആ വലിയ അജണ്ട എന്താണ്? സ്പോർട്സ് പിച്ചിന്റെ ഒരു ഞെട്ടിക്കുന്ന മാസ് ഇൻസൈഡ് സ്റ്റോറി വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്കാദ്യം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ പുതിയ ഭൂകമ്പത്തിന്റെ ആദ്യ കാരണത്തിലേക്ക് വരാം. സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റനെ മാറ്റാൻ സെലക്ടർമാർ തീരുമാനിച്ചത് ഒരു ലളിതമായ കാര്യമല്ല. ഇന്ത്യയെ 2020 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച നായകനാണ് സൂര്യകുമാർ യാദവ്. എന്നാൽ ലോകകപ്പിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി തെറിക്കുമെന്ന വാർത്തകൾ വന്നെങ്കിൽ അതിനു പിന്നിൽ കൃത്യമായ ചില അണിയറ നീക്കങ്ങളുണ്ട്. സെലക്ടർമാരുടെയും BCCIയുടെയും പുതിയ നയമനുസരിച്ച് 2028 നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സും അടുത്ത 2020 ലോകകപ്പും ലക്ഷ്യമിട്ട് ഒരു ദീർഘകാല ക്യാപ്റ്റനെയാണ് ഇന്ത്യക്ക് ആവശ്യം. സൂര്യകുമാറിന് ഇപ്പോൾ പ്രായം 35 കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയുടെ ടീമിനെ വാർത്തെടുക്കാൻ സൂര്യകുമാർ അനുയോജ്യനല്ല എന്ന കടുത്ത വിലയിരുത്തലിലാണ് സെലക്ഷൻ കമ്മിറ്റി എത്തിയത്. ഇതിനൊപ്പമാണ് കഴിഞ്ഞ IPL സീസണിലും അന്താരാഷ്ട്ര മത്സരങ്ങളിലും സൂര്യകുമാറിന്റെ ഫോമിലുണ്ടായ കനത്ത ഇടിവ്. റൺസ് കണ്ടെത്താൻ സൂര്യകുമാർ കഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കസേരയ്ക്ക് ഇളക്കം തട്ടി. ലോകകപ്പ് കഴിഞ്ഞയുടൻ തന്നെ സൂര്യകുമാറിനെ മാറ്റി പുതിയൊരു ക്യാപ്റ്റനെ കൊണ്ടുവരണമെന്നത് സെലക്ടർമാരുടെ ഉറച്ച തീരുമാനമായിരുന്നു. അതിന്റെ ആദ്യ പടിയായാണ് ഇപ്പോൾ അദ്ദേഹത്തെ നായകസ്ഥാനത്തു നിന്നും വലിച്ചു താഴെയിട്ടിരിക്കുന്നത്. സൂര്യകുമാറിനെ മാറ്റിയ ശേഷം ഇന്ത്യൻ ടീമിന്റെ നായകനായി പ്രഖ്യാപിക്കപ്പെട്ടത് ശ്രേയസ് അയ്യരെയാണ്. ശ്രേയസ് അയ്യർ ഇന്ത്യൻ 2020 ടീമിന്റെ ക്യാപ്റ്റനായി വരുന്നു എന്നത് കേട്ടപ്പോൾ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻസി മികവ് ശ്രേയസിനുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശ്രേയസ് അയ്യർ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. ശ്രേയസ് അയ്യർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ക്യാപ്റ്റൻസി സ്ഥിരമല്ല. വരാനിരിക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വരെ മാത്രമാണ് ശ്രേയസ് അയ്യർക്ക് ക്യാപ്റ്റൻ ചുമതല നൽകിയിരിക്കുന്നത്. അതായത് ഏഷ്യൻ ഗെയിംസ് എന്ന വലിയ ടൂർണമെന്റ് വരെ ടീമിനെ നയിക്കുക എന്ന താൽക്കാലിക ദൗത്യം മാത്രമാണ് ശ്രേയസിനെ BCCI ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു വശത്ത് സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകേണ്ടി വരുമ്പോഴും മറുപടിയായി ടീമിനെ നിയന്ത്രിക്കാൻ ഒരു പരിചയസമ്പന്നനായ നായകനെ വേണമെന്നതുകൊണ്ട് മാത്രമാണ് ശ്രേയസിനെ ഇപ്പോൾ സെലക്ടർമാർ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ വരാനിരിക്കുന്ന വലിയൊരു ക്യാപ്റ്റൻസി മാറ്റത്തിന് മുന്നോടിയായുള്ള ഒരു താൽക്കാലിക വഴിത്തിരിവ് മാത്രമാണ് ശ്രേയസ് അയ്യരുടെ ഈ നായക പദവി. ഇനി നമുക്ക് ഈ വലിയ മാസ്റ്റർ പ്ലാനിന്റെ യഥാർത്ഥ സൂത്രധാരനിലേക്ക് വരാം. ഏഷ്യൻ ഗെയിംസിനു ശേഷം ശ്രേയസ് അയ്യരെ മാറ്റി ഇന്ത്യൻ 2020 ടീമിന്റെ ക്യാപ്റ്റൻസി പൂർണ്ണമായി ഏറ്റെടുക്കാൻ പോകുന്നത് ശുഭ്മാൻ ഗില്ലാണ്. നിലവിൽ ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം അലങ്കരിക്കുന്ന ഗില്ലിനെ 3 ഫോർമാറ്റിലും ഇന്ത്യയുടെ ഒരേയൊരു രാജാവായി വാഴിക്കാനാണ് BCCI പദ്ധതിയിടുന്നത്.
സൂര്യകുമാറിനെ മാറ്റാൻ തീരുമാനിച്ച ആ നിമിഷം മുതൽ തന്നെ സെലക്ടർമാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേയൊരു പേര് ശുഭ്മാൻ ഗില്ലിന്റേതായിരുന്നു. അതിനായി അവർ കണ്ടെത്തിയ വഴി എന്തെന്നോ? ഗില്ലിനെ വീണ്ടും 2020 സ്ക്വാഡിലേക്ക് ശക്തമായി തിരിച്ചു കൊണ്ടുവരിക, തുടർന്ന് അദ്ദേഹത്തെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ചില പരമ്പരകളിൽ 2020 ടീമിൽ നിന്നും ഗില്ലിന് വിശ്രമം നൽകിയിരുന്നെങ്കിലും അത് അദ്ദേഹത്തിന്റെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം ശുഭ്മാൻ ഗില്ലാണെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യൻ ഗെയിംസ് കഴിയുന്നതോടെ ശ്രേയസ് അയ്യരിൽ നിന്നും നായകസ്ഥാനം വാങ്ങി ഗില്ലിനെ പൂർണ്ണ ചുമതലയുള്ള 2020 ക്യാപ്റ്റനാക്കാൻ സെലക്ടർമാർ അണിയറയിൽ കരുക്കൾ നീക്കുന്നത്. സെലക്ടർമാരുടെ ഈ പുതിയ ക്യാപ്റ്റൻസി പരീക്ഷണങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിലും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുകയുന്നത്. ഒരു വശത്ത് മികച്ച ഫോമിലുള്ള ശ്രേയസ് അയ്യരെ വെറുമൊരു താൽക്കാലിക ക്യാപ്റ്റനായി മാത്രം കണ്ട് അവഗണിക്കുന്നത് നീതിയല്ലെന്ന് ഒരു വിഭാഗം ആരാധകർ വാദിക്കുന്നു. IPL-ൽ കിരീടം നേടിയ ഒരു ക്യാപ്റ്റന് അർഹമായ ബഹുമാനവും ദീർഘകാല അവസരവും നൽകണമെന്നാണ് അവരുടെ ആവശ്യം. മറുവശത്ത് ശുഭ്മാൻ ഗില്ലിനെ 3 ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കുന്നത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗിനെ ബാധിക്കുമോ എന്ന കടുത്ത ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ടെസ്റ്റിലും ഏകദിനത്തിലും ക്യാപ്റ്റൻസി സമ്മർദ്ദമുള്ളപ്പോൾ 2020 ഫോർമാറ്റിൽ കൂടി ഗില്ലിനെ നായകനാക്കുന്നത് അദ്ദേഹത്തിന്റെ മേൽ വലിയ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. എന്നിരുന്നാലും ഒളിമ്പിക്സ് അടക്കമുള്ള വരാനിരിക്കുന്ന വൻ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായി യുവനിരയെ ഒരു പുതിയ നായകന് കീഴിൽ അണിനിരത്തുക എന്ന സെലക്ടർമാരുടെ തീരുമാനത്തെ തള്ളിക്കളയാൻ സാധിക്കില്ല. സൂര്യകുമാറിനെ മാറ്റിയതും ശ്രേയസിനെ താൽക്കാലികമായി വെച്ചതും ഒടുവിൽ ഗില്ലിലേക്ക് ക്യാപ്റ്റൻസി എത്തിക്കുന്നതുമെല്ലാം കൃത്യമായ ഒരു റോഡ് മാപ്പിന്റെ ഭാഗമാണ്. അതേ സുഹൃത്തുക്കളെ, ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുകുലുക്കുന്ന ഈ പുതിയ ക്യാപ്റ്റൻസി അട്ടിമറികളെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സൂര്യകുമാർ യാദവിനെ മാറ്റിയ സെലക്ടർമാരുടെ തീരുമാനം ശരിയാണോ? ശ്രേയസ് അയ്യരെ ഏഷ്യൻ ഗെയിംസ് വരെ മാത്രം ക്യാപ്റ്റനാക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വരാനിരിക്കുന്ന പരമ്പരകളിൽ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ സ്ഥിര 2020 ക്യാപ്റ്റനായി വരുന്നത് ടീമിന് ഗുണം ചെയ്യുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ഈ വലിയ ചർച്ച എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ ഇൻസൈഡ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.